ഈ നായക്കുട്ടിയെ ആരെങ്കിലും കയ്യിലേക്കെടുത്താൽ അത് അപ്പോൾ തന്നെ മൂത്രമൊഴിക്കും. ആ കാരണം കൊണ്ട് ആ നായക്കുട്ടിയെ ആരും തന്നെ ആ കടയിൽ നിന്ന് വാങ്ങാൻ തയ്യാറായില്ല. എന്നാൽ അവന്റെ കൂടെയുള്ള നായക്കുട്ടികളെ ആളുകൾ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു. പക്ഷേ അവനെ മാത്രം ആരും വാങ്ങാത്തതുകൊണ്ട് അവൻ അവിടെ തനിച്ചായിപ്പോയി. അവൻ അവിടെ കിടന്ന് അല്പം വലുതായി. അങ്ങനെ ഒരു ദിവസം ഒരു ഫാമിലി അവനെ അഡോപ്റ്റ് ചെയ്യാനായി വന്നു. അപ്പോൾ ആ കടയിലെ ഒരു സ്റ്റാഫ് നായക്കുട്ടിയെ എടുത്ത് അവർക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരു സ്റ്റാഫ് വന്ന് പപ്പിയെ പിടിച്ചു വാങ്ങി. ആ നേരം കൊണ്ട് വീണ്ടും നായക്കുട്ടി അയാളുടെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചു. ഇത് കണ്ടതും വാങ്ങാൻ വന്ന ഫാമിലി അതിനെ വേണ്ടെന്ന് വെച്ച് തിരികെ പോകുന്നു. ആർക്കും വേണ്ടാത്ത പപ്പിക്കുട്ടികളെ അനിമൽ ഷെൽട്ടറിലേക്ക് മാറ്റുമെന്നും വേഗം രക്ഷപ്പെട്ടോളാൻ മറ്റൊരു നായക്കുട്ടി അവനോട് പറഞ്ഞു. ഒടുവിൽ ആ പപ്പിക്കുട്ടിയെയും ആരോ അഡോപ്റ്റ് ചെയ്തു. പുതിയ പപ്പിക്കുട്ടികൾ വന്നപ്പോൾ അവനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അയാൾ വന്നു. ഇത് കണ്ട് പേടിച്ച നായക്കുട്ടി ആ ബോക്സിൽ നിന്ന് ചാടി അയാളെയും തള്ളിയിട്ട് കടയ്ക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അയാൾ പുറകെ ഓടി നോക്കിയിട്ടും അവനെ കിട്ടിയില്ല. പുറത്തേക്ക് പോയ നായക്കുട്ടി ചെന്നെത്തിയത് ഒരു റെസ്ലിംഗ് റിംഗിലേക്കായിരുന്നു. ഉടനെ റിംഗിൽ നിന്നിരുന്ന റെസ്ലർ ആ നായക്കുട്ടിയെ പൊക്കിയെടുത്തു. അപ്പോൾ ഭയന്നു വിറച്ച പപ്പി അയാളുടെ വായിലേക്ക് തന്നെ മൂത്രമൊഴിച്ചു. മൂത്രത്തിന്റെ ശക്തി കൊണ്ട് കണ്ണെരിഞ്ഞ റെസ്ലർ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ട് ചുറ്റിലും ഇരുന്നിരുന്ന കാണികൾ അയാളെ കളിയാക്കി ചിരിക്കുകയാണ്. ഇത് കണ്ട് നാണക്കേട് തോന്നിയ റെസ്ലർ പപ്പിക്കുട്ടിയെ ഇടിക്കാൻ ഓടിവരുന്നു. പക്ഷെ നിലത്ത് കടന്നിരുന്ന പഴത്തൊലിയിൽ ചവിട്ടി അയാൾ വഴുതി വീണു. ഒട്ടും സമയം കളയാതെ നമ്മുടെ നായക്കുട്ടി ചാടി വന്ന് അയാളുടെ കഴുത്തിൽ മുറുക്കി പിടിക്കുകയാണ്. അങ്ങനെ ശ്വാസം കിട്ടാതെ റെസ്ലർ മയങ്ങി വീണു. റെഫറി 3 തവണ എണ്ണിയിട്ടും റെസ്ലർ എണ്ണീട്ടില്ല. അങ്ങനെ നമ്മുടെ പപ്പി വിജയിച്ചിരിക്കുന്നു. കാണികളെല്ലാം സന്തോഷത്തോടെ പപ്പിയെ അഭിനന്ദിച്ചു. പക്ഷെ നമ്മുടെ പപ്പിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല. ഉടനെ ഒരു കുരങ്ങൻ വന്ന് നീ ഒരു റെസ്ലറിനെ തോൽപ്പിച്ചെന്നും നീ ഇപ്പോൾ ചാമ്പ്യനാണെന്നും അറിയിച്ചു. ഇതിന്റെ 2ാം ഭാഗം വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തോളൂ.